പീഡന പരാതിയിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ്. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ്. 4 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കൽ ഇന്നലെ രാത്രി വൈകിയാണ് പൂർത്തിയായത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കും. ഇന്നലെ രാത്രി മുതൽ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ഒപ്പം KP അഭിലാഷ് എന്നിവർ ചേരുന്നു. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇന്നലെ വൈകിട്ട് പരാതി നൽകിയപ്പോൾ തന്നെ അടിയന്തരമായ നടപടികളിലേക്ക് കടക്കുന്നതായുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. 4 മണിക്കൂറോളം നീണ്ട മൊഴിയെടുക്കൽ, അതിനുശേഷം ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ എഫ്ഐആറിനെ പറ്റി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഇരയായ യുവതിയുടെ വസതിയിലെത്തി അവരുടെ വിശദമായ മൊഴിയെടുത്തത്. അങ്ങനെ 4 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലാണ് ഇന്നലെ നടന്നത്. ആ മൊഴിയെടുക്കുന്നതിനിടയിൽ ഈ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചും തന്റെ കൈവശമുള്ള തെളിവുകളെക്കുറിച്ചുമൊക്കെ വ്യക്തമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചില തെളിവുകൾ നേരിട്ട് അവർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാഥമികമായ അന്വേഷണം ഇന്ന് തന്നെ ആരംഭിക്കും. കേസ് രജിസ്റ്റർ ചെയ്തുള്ളതിനു ശേഷമുള്ള നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കും. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഏത് സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അത് സംബന്ധിച്ചൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ സ്റ്റേഷൻ ലിമിറ്റിലെ SHO ഉൾപ്പെടെയുള്ളവരും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തേണ്ടിയിരുന്നത്. അത്തരത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ഒരു സംഘത്തിന് രൂപം നൽകിയിരുന്നു. പക്ഷേ നേരിട്ടുള്ള ഇരകളുടെ പരാതി ലഭിക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മുമ്പോട്ട് പോകാതിരുന്നത്. അതേസമയം ഈ ഉയർന്നു വന്ന ആരോപണങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ നേരത്തെ തന്നെ അവർ ശേഖരിച്ചതുമാണ്. ആ പശ്ചാത്തലത്തിൽ ഈ പ്രത്യേക സംഘത്തിന് തന്നെ ഈ കേസിന്റെ അന്വേഷണ ചുമതല കൈമാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇങ്ങനെയൊരു നടപടി, ദ്രുതഗതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുലും നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് അത്തരം നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ 2 തവണയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്നലെ നടത്തിയ പോസ്റ്റുകളിൽ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഈ കേസിനെ നേരിടുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുലിന്റെ കൈവശമുള്ള ചില തെളിവുകളുണ്ട്. ആ തെളിവുകൾ കൃത്യമായി ഈ യുവതിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് രാഹുലും രാഹുലിനെ അനുകൂലിക്കുന്നവരും. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിലാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ പോസ്റ്റ് ഇട്ടതെന്നാണ് രാഹുലിന്റെ ഒപ്പമുള്ളവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലുള്ള തെളിവുകളാണ്, എന്താണ് അതിലെ വിശദാംശങ്ങൾ, അടക്കമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തതയില്ല. അതൊക്കെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്ന് മാത്രമാണ് നൽകുന്ന സൂചന. ഒരുപക്ഷേ ഇന്ന് തന്നെ തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കടന്നേക്കാം. ആദ്യഘട്ടമായി ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയാണ് പൂർത്തിയായിരിക്കുന്നത്. ഇനി യുവതിയുടെ സുഹൃത്തുക്കൾ, അതോടൊപ്പം ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് രാഹുലാണെങ്കിലും അതിന് വേണ്ട മരുന്ന് എത്തിച്ച് നൽകിയത് രാഹുലിന്റെ മറ്റൊരു സുഹൃത്തായിരുന്നു. ആ സുഹൃത്തിൽ നിന്നടക്കം മൊഴിയെടുക്കും. അവർ കൂടി ഈ കേസിൽ ഒരുപക്ഷെ ഉൾപ്പെട്ടേക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. 3 വനിതാ മാധ്യമ പ്രവർത്തകരുടെയും, അതായത് യുവതിയുടെ സുഹൃത്തുക്കളായ 3 വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയും കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഡാൻ, രാഹുലിന്റെ നീക്കം എന്താകും എന്നതാണ് അടുത്തതായി അറിയേണ്ടത്. ഇന്നലെ ഈ പരാതി കൊടുത്തു എന്ന വാർത്തയ്ക്ക് പിന്നാലെ രാഹുൽ അബ്സ്കോണ്ടിങ് ആയതാണ്. എവിടെയാണെന്ന് അറിയില്ല, ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. അടുത്ത രാഹുലിന്റെ നീക്കം മുൻകൂർ ജാമ്യാപേക്ഷ അതുമായി ഹൈക്കോടതിയിലേക്ക് പോകാനാണ് എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടല്ലോ. നമുക്ക് ഈ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസ് നേതൃത്വം രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും ഒരു വിശദീകരണത്തിന് തയ്യാറാകുന്നില്ല. കാരണം നടപടി നേരത്തെ എടുത്തതാണ്. അങ്ങനെ ഒരാൾക്കിത് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനില്ല എന്ന ഒരു നിലപാടിലാണ് മുതിർന്ന നേതാക്കളൊക്കെ. കാരണം ഇത്തരമൊരു ആരോപണം ഉയർന്നു കേട്ട സമയത്ത് തന്നെ പെട്ടെന്ന് അതിന്മേൽ നടപടിയെടുക്കുകയും ഔദ്യോഗികമായ സ്ഥാനത്ത് നിന്ന് പാർട്ടിയുടെ പദവിയിൽ നിന്ന്
മാറ്റുകയും ചെയ്തതാണ്. അതിൽ കൂടുതൽ എന്താണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത്? നിയമപരമായി ചെയ്യാനുള്ള കാര്യങ്ങൾ പോലീസും സർക്കാരുമാണ് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് അതിൽ പാർട്ടിയുടെ ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മുതിർന്ന നേതാക്കളൊക്കെ നടത്തുന്നത്. അതേസമയം രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അവർ ഇപ്പോഴും രാഹുലിന്റെ ഭാഗത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഭാഗത്തുള്ള ചില തെളിവുകൾ അത് തങ്ങൾക്ക് അറിവുള്ളതാണ് എന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ആ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുന്നതിലൂടെ ഈ കേസിലൊരു വഴിത്തിരിവുണ്ടാകുമെന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലാണ് രാഹുലിനൊപ്പമുള്ളവർ. എന്തായാലും അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങളിലെ അന്തിമ തീർപ്പ് എന്താകുമെന്ന് നമുക്കറിയാൻ കഴിയും. കോൺഗ്രസിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടക്കുന്നതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആണ് അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രചാരണ രംഗത്ത് കോൺഗ്രസിനുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി, അനിശ്ചിതത്വം അത് ചെറുതല്ല. അതിനെ എങ്ങനെ മറികടക്കുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇന്നലെ കെ മുരളീധരൻ ഈ വിഷയത്തിൽ കെ മുരളീധരനും വി ഡി സതീശനുമൊക്കെയാണ് വി ഡി സതീശൻ വളരെ ശക്തമായ നിലപാടിലും അങ്ങനെ രാഹുലിനെതിരെ നിലപാടെടുത്തിരുന്നവരിൽ ഒരാളായ കെ മുരളീധരൻ പോലും പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അതിജീവിതമാരോട് മുഖ്യമന്ത്രിക്ക് സ്നേഹം തോന്നുന്നതിൽ സന്തോഷമുണ്ട് എന്നതാണ്. ഇതൊരു രാഷ്ട്രീയപരമായ നീക്കമായി കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ ഡാൻ? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഇത്തരത്തിൽ ഒരു പരാതി ഡാനിലേക്ക്